ഇതിനൊഴികെ സാധാരണ ഈ മുളയിൽ കള്ളൊക്കെ ഉണ്ടാവാറ്, പക്ഷേ സംഗതി കള്ളല്ല കേട്ടോ. ഈ സംഗതി വെറൈറ്റിയാണ്, നമ്മുടെ സ്വന്തം ബിരിയാണി, അതായത് മുള ബിരിയാണി. അപ്പോൾ എവിടെയാ കട, എന്താ വിശേഷം എല്ലാം അറിയാം. വാ 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 വാ. അപ്പോൾ ഇതാണ് നമ്മുടെ മുതലാളിയെ. ആവോ. നല്ല കോയിക്കാല്. ഇതിപ്പോൾ ഒരു ഫുൾ ബിരിയാണിയാണോ? ഫുൾ ബിരിയാണി. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് അൺലിമിറ്റഡ് റൈസ് ഉണ്ട്, കൊടുക്കും. അടിപൊളി കേട്ടോ. ഇപ്പൊ തൈര്, അച്ചാറ്, മാങ്ങാച്ചാറ്, പൊളി, തൈര്. പിന്നെ വേറെന്താ? നമ്മുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ, പൈനാപ്പിൾ സാലഡാണ്. ഇത് ചോറുള്ള അല്ലെങ്കിൽ സാധാരണ ബിരിയാണി രണ്ടിനും ഉണ്ട് അല്ലേ? നമ്മുടെ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ്. നല്ല കോഴിക്കാർ. ഇങ്ങനെയുണ്ട് ചിക്കൻ്റെ ടെക്സ്ചറൊക്കെ പൊളിയല്ലേ, ജ്യൂസിയാ. ഇതെന്തെങ്കിലും ആശയം തോന്നാൻ കാരണം ഈ മുള ബിരിയാണി ഞങ്ങൾ തുടങ്ങിയത് 2018-ലാണ്. അപ്പോൾ തുടങ്ങിയ ഊണ് നല്ല രീതിയിൽ ഹിറ്റായി. അപ്പോൾ നമുക്ക് ഒത്തിരി എൻക്വയറീസ് ബിരിയാണിക്ക് വന്നപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായിട്ട് എങ്ങനെ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് മുള ബിരിയാണി എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നത്. അത് ഭയങ്കര ഹിറ്റായതാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് ഈ മുള ബിരിയാണി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ വേറെ വെറൈറ്റി ഐറ്റംസ് ഉള്ളത് നമുക്ക് ചട്ടിച്ചോറ്, പല ടൈപ്പ് ചട്ടിച്ചോറ്. ഇത് മിക്സഡ് ചട്ടിച്ചോറ് എന്ന് പറയും. ബീഫും ചിക്കനും ഫിഷും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ബീഫ്, ചിക്കൻ, ഫിഷൊക്കെ അതിനകത്ത് വരുന്നത്. നമ്മുടെ ഒരു വളരെ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല അടിപൊളി ഫ്രൈ, ചിക്കൻ ഫ്രൈ, എല്ലാം നല്ല ജ്യൂസി ആയിട്ട് ഐറ്റം. നമ്മുടെ എക്സ്ട്രാ ലൊക്കേഷൻ പറയുമ്പോൾ ലുലുവിൻ്റെ നേരെ എതിരെ. അപ്പോൾ രാവിലെ എത്ര മണിക്ക് എത്തണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11:45 ഫുൾ ഐറ്റം റെഡിയാവും. അപ്പം നമുക്ക് ഈ അടുക്കളയിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. അടുക്കളയിലാണ് മെയിൻ ഐറ്റം പരിപാടികൾ നടക്കുന്നത്. എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാം കാണാം. അടുക്കളയ്ക്ക് വക്കമാണ്. അടിപൊളി കൊയ്യാലാട്ടാ. വാവ്, പൊളി. പൊരിച്ച കോയിൻ്റെ മണം വരുന്നുണ്ട്. കൊയ്യാലൊക്കെ മസാലയൊക്കെ പുരട്ടി തേച്ച് വെച്ചേക്കുന്നുണ്ട്. ചെമ്മീനുണ്ട്. ഇതിവിടെ നത്തോലിയല്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഒരു വെറൈറ്റി ഐറ്റം, നമ്മുടെ മുള ബിരിയാണി. ഇത് ഫുള്ളല്ലേ? ഇത് ചിക്കൻ അല്ലേ? ഇതിൻ്റെ ബീഫുണ്ടോ? ബീഫും ഉണ്ട് അല്ലേ? ചിക്കൻ ചൂടാക്കിയിട്ട് മസാല അതിലേക്ക് ഇടും, ബിരിയാണി റൈസിലേക്ക് അല്ലേ? അതുകൊണ്ട് ദമ്മടിച്ച് വെച്ചതല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മുള ബിരിയാണി. നമ്മൾ ഫസ്റ്റ് ചോറിടും. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന മിക്സ് ഇട്ടുക. ചമ്മന്തി, തീയൽ, ക്യാബേജ് തോരൻ, അച്ചാറ്, മരച്ചീനി, കപ്പ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഫിഷ് കറി, അയലക്കറി, പിന്നെ ബീഫ്, ചിക്കൻ റോസ്റ്റ്, നത്തോലി ഫ്രൈ, ഓംലേറ്റ്, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതാണ് നമ്മുടെ സെറ്റ് ചട്ടിച്ചോറ്. ഗംഭീര സ്മെല്ലാണ്. ചിക്കൻ്റെ സ്മെല്ലും ബീഫിൻ്റെ സ്മെല്ല്, കൊഞ്ചിൻ്റെ സ്മെല്ല് എല്ലാം കൂടി ചേർന്ന് ഉഷാറ്. തിരുവനന്തപുരത്തെ ലുലു മാളിന് മുന്നിലുള്ള പൂമരത്തിൽ വന്നാൽ നല്ല ആംബിയൻസോട് കൂടി തന്നെ ഗംഭീരമായി ഭക്ഷണം കഴിക്കാം. നമ്മൾ കഴിച്ചിട്ടുണ്ട്. നല്ല ചട്ടിച്ചോറുണ്ട്, അതുപോലെ തന്നെ പഴങ്കഞ്ഞി കിട്ടും, മുള ബിരിയാണി കിട്ടും, എല്ലാം അടിപൊളിയാണ്. വന്നാൽ അടിപൊളി ഫുഡ് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.